കോൺഗ്രസ് സഹയാത്രികൻ ബി റെജിയിലേക്കാണ്. ശ്രീ റെജി, അങ്ങ് പറഞ്ഞു ഈ കോൺഗ്രസ് നേതൃത്വത്തിന് എന്താണ് ഇക്കാര്യത്തിൽ പങ്ക് എന്ന് ചോദിച്ചു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തുവെന്ന് നിരന്തരം കോൺഗ്രസ് പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി. പക്ഷേ നിയമസഭ സമ്മേളിക്കുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ്. രാഹുലിനെ അവിടെ കൊണ്ടുവിടുന്നത് യുവതലമുറയിൽപ്പെട്ട MLA-മാരാണ്, യുവ നേതാക്കളാണ്, യൂത്ത് കോൺഗ്രസിന്റെ അടക്കം. അതുപോലെ പാലക്കാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ പുറത്താക്കി എന്ന് നടപടിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നടപടിയെടുത്തത് വളരെ കൃത്യമായൊരു കാരണം ഉള്ളത് കൊണ്ടാണല്ലോ. ആ കാരണം ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? ഇപ്പോൾ നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നിയമ നടപടി നമ്മളെല്ലാം കാണുകയാണ്. അതിൻ്റെ ഒരു പരിസമാപ്തി അത് ഉണ്ടാകട്ടെ. അതിനനുസരിച്ച് ഏതാണോ വരുന്ന സാഹചര്യം അനുസരിച്ച് കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ളവർക്ക് അത് സംബന്ധിച്ചവർ ആലോചിക്കുകയും യുക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഇവിടെ അദ്ദേഹത്തിനെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഏതെങ്കിലും രീതിയിൽ ഹനിക്കുവാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സാധിക്കുമോ? ആർക്കെങ്കിലും സാധിക്കുമോ? ഇത് മിനിമം നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ കയറ്റാതിരിക്കാൻ പറ്റില്ലേ? കാണുന്നതിനോട് മിനിമം നിങ്ങളുടെ പാർട്ടി ഓഫീസിലെങ്കിലും കയറ്റാതിരിക്കാൻ പറ്റില്ലേ? അതുപോലും പാലക്കാട്ടെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലല്ലോ. നോക്കൂ നീലിമ, ഔദ്യോഗികമായി കോൺഗ്രസിന്റെ ഒരു പരിപാടികളിലും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുകയോ അദ്ദേഹത്തെ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല. അത് അങ്ങേക്കും വ്യക്തമാണ്, കേരളത്തിലുള്ള എല്ലാവർക്കും വ്യക്തമാണ്. ഇപ്പോൾ ഇത് ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു MLA ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വരുന്നതെന്നോ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതെന്നോ നമുക്ക് കരുതാൻ കഴിയുമോ? എല്ലാ പാർട്ടികളിലും എല്ലാ പ്രസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മൾ ഓരോ സംഭവത്തിൻ്റെയും ഇഴകീറി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു മൂല്യച്യുതിയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനെ നമ്മുടെ നിയമാവലി വഴി, നമ്മുടെ നിയമം വഴി അയാളെ തെറ്റുകാരനായി കണ്ടെത്തുന്നതുവരെ അയാളൊരു പൗരനെന്നുള്ള നിലയിൽ അയാൾക്ക് ചില അവകാശങ്ങളില്ലേ? ഇതിങ്ങനെ സാർവത്രികമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കല്ലേ കോൺഗ്രസ് സഹയാത്രികൻ? അതിങ്ങനെ പറഞ്ഞു വെക്കല്ലേ? ഇതൊക്കെ എല്ലായിടവും നടക്കുന്നതാണ്. പക്ഷേ ഇതുപോലെ എത്ര മൃഗതുല്യമായാണ് അയാൾ ആ പെൺകുട്ടിയോട് പെരുമാറിയതെന്ന് നോക്കൂ. താങ്കൾ കേട്ടതല്ലേ? അവളുടെ ശബ്ദ സന്ദേശങ്ങൾ കേട്ടതല്ലേ? ആ മെസ്സേജസ് കണ്ടതല്ലേ? അദ്ദേഹം നോക്കൂ, അതിലൊന്നും നോക്കൂ നീലിമ, അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് വേണുഗോപാൽ, DCC പ്രസിഡന്റ് തങ്കപ്പൻ, ഇവരൊക്കെ സംരക്ഷിക്കുകയാണ് രാഹുലിനെ. തള്ളി പറയാൻ തയ്യാറാകുന്നില്ല. നോക്കൂ, അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങളായിട്ട് എനിക്ക് കരുതാനാകൂ. കാരണം നിയമ നടപടികളെ ഒരാളും ഒരു രീതിയിലും തടസ്സപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു സമീപനം കോൺഗ്രസ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ ചേർത്ത് നിർത്താമായിരുന്നില്ലേ? മറ്റേ CPM ഒക്കെ ചെയ്യുന്നത് പോലെ. നോക്കൂ, കള്ളക്കടത്ത് കേസിൽ, കവർച്ച കേസിൽ പത്മകുമാർ ജയിലിലാണ്. അദ്ദേഹത്തെ പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ നിമിഷം വരെ. ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിട്ട് കോൺഗ്രസ് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഈ രാഹുലിനെ തള്ളി പറയാൻ പോലും നിങ്ങളുടെ നേതൃത്വം ഈ ഘട്ടത്തിൽ എത്തിയിട്ടും തയ്യാറാകുന്നില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ശ്രീ റെജി. നോക്കൂ, തള്ളി പറയാതിരുന്നാൽ ഈ 3 തലത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമോ നീലിമ? ഒരു നിയമ നടപടിയും സ്വീകരിക്കുന്നതിന് മുമ്പാണ് ഇത് കോൺഗ്രസ് പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് അദ്ദേഹം കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ ഒരു പരാതിക്കാരിയോ രംഗത്ത് വന്നിട്ടില്ല. ഈ പരാതിക്കാരി വരുന്നതിന് മുമ്പേ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉയർന്നു വന്ന ആദ്യ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, 24 മണിക്കൂർ തികയാൻ കോൺഗ്രസ് പ്രസ്ഥാനം കാത്തുനിന്നില്ല.
12 മണിക്കൂർ, എനിക്ക് തോന്നുന്നു 11.5 മണിക്കൂർ ആയപ്പോഴേക്കും ആദ്യത്തെ നടപടി സ്വീകരിച്ചു. അതങ്ങ് മറക്കരുത്. ഈ സമൂഹത്തിന് കോൺഗ്രസ് പ്രസ്ഥാനം മാതൃകയാണ് അക്കാര്യത്തിൽ. മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന്, ആ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിന്. പക്ഷേ BJP-യിലായാലും CPM-ലായാലും അത് ഉയർത്തിപ്പിടിക്കുന്നില്ല. ബ്രിജ്ഭൂഷൺ യാദവിന്റെ കാര്യം നമ്മൾ കണ്ടില്ലേ? അദ്ദേഹം ആ ഗുസ്തി താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ ഒരു ഡസൻ പേര് പരാതി പോലും നൽകിയിട്ടില്ല. അത്തരം കഥകളൊക്കെ വളരെ കൃത്യമായി പുറത്തു വന്നതാണ്. അപ്പോൾ BJP-യെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമുണ്ടോ? ആ ഡൽഹി അല്ല, അത് വിടൂ. നമ്മൾ ഈ പാലക്കാട് MLA-യിലേക്ക് ഒതുങ്ങി നിന്ന് നമുക്ക് സംസാരിക്കാം. ഞാൻ അതല്ല, അതിലേക്കല്ല നമുക്കിതൊന്ന് സംസാരിക്കാം. കോൺഗ്രസിന് പൂർണ്ണമായും അവമതിപ്പുണ്ടാക്കുന്ന ഒരു MLA-യെ അവിടെ രാജിവെപ്പിക്കാൻ പോലും ഈ ഘട്ടത്തിൽ കോൺഗ്രസ് തയ്യാറാകുന്നില്ലല്ലോ. നോക്കൂ, കോൺഗ്രസ് ഏറ്റവും ഉന്നതമായ അതിന്റെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 3 തരത്തിലുള്ള നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. നിയമ നടപടികൾ വരുന്ന ഘട്ടത്തിൽ വീണ്ടും ഏതെങ്കിലും തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അത് ചെയ്യും.